നിസ്കരിച്ചില്ലല്ലോ ഖദീജ, അസ്ർ നിസ്കരിച്ചില്ലല്ലോ ഖദീജ, ഇശാ നിസ്കരിച്ചില്ലല്ലോ ഖദീജ, മഗ്രിബ് നിസ്കരിച്ചില്ലല്ലോ ഖദീജ, സുബ്ഹി നിസ്കരിച്ചില്ലല്ലോ ഖദീജ. ഖദീജ മരിക്കുന്ന സമയം നമ്മുടെ ഉമ്മുനാ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയം എപ്പോഴെന്നറിയോ? അവർക്ക് വയസ്സ് 65. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രായം 51. ആ സമയത്താണ് ഖദീജ ബീവി മരണപ്പെടുന്നത്. ഭാര്യ മരണപ്പെട്ട സങ്കടത്തോടെ വീട്ടിൽ കഴിഞ്ഞു പോകുന്ന മുത്തു റസൂൽ അല്ലാഹു വിളിപ്പിച്ചു, നബിയേ വരിക, നബിയേ വരിക, നബിയേ തഖദ്ദം യാ ഹബീബി ലാ തഖാ അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏഴാകാശങ്ങളും കടന്ന് സപ്തവാനങ്ങളും താണ്ടി സ്വർഗ്ഗ നരകങ്ങൾ കണ്ട് അർശ് കുർസി ലൗഹ് ഖലം കണ്ട് അഷ്റഫുൽ ഖൽഖ് തിരിച്ചു വന്നെങ്കിൽ ആ യാത്ര എന്തിനായിരുന്നു? തന്റെ പ്രാണപ്രേയസി, തന്റെ രാജകുമാരി, തന്റെ ജീവന്റെ ജീവനായ തന്റെ പ്രിയതമ 65 വയസ്സുള്ള ഒറ്റയായ ഖുറൈശി തറവാട്ടിലെ ഖുവൈലിദിന്റെ പൊന്നുമോള് മോളെ ചുമന്ന് തുടുത്ത സയ്യിദത്തുനാ ബീവി ഖദീജ. എനിക്കെന്റെ മക്കളെ തന്നതെന്റെ ഖദീജയാ, എനിക്കെന്റെ ജീവനാണ് എന്റെ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീരംഭടനാണെന്ന് എഴുതി പിടിപ്പിച്ച പടിഞ്ഞാറൻ ശക്തികളെ, ദുശക്തികളെ, സർവ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഗുണ പ്രതികേമ പിന്തിരിപ്പൻ ശക്തികളെ പഠിച്ചിട്ടുണ്ടോടാ നിങ്ങള്? ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന റസൂലുള്ളാഹിനെ അസഭ്യം പറയുന്ന വിവരംകെട്ടവരെ ഓരോ ചാനലുകൾ ഫേസ്ബുക്കിൽ ഉണ്ടാക്കിയിട്ട് പ്രതിശൂന്യനായ മുഹമ്മദ് ഫേസ്ബുക്കിലെ ഒരു പേജാണ്. ആരും കയറി നോക്കല്ലേ, സഹിക്കാൻ പറ്റൂല, ആരും കയറി നോക്കല്ലേ, നെഞ്ചു പൊട്ടി മരിച്ചു പോകും. നമ്മുടെ ഹബീബിനെ പറ്റി പറയുന്നവനെ ഒരു 10 മിനിറ്റ് അറസ്റ്റ് ചെയ്യേ. കുടുംബത്തിൽ പറന്ന ഒരുത്തനും ഇല്ലാതെ പോയ രാജ്യത്ത് നമ്മുടെ മുറ്റിനെ അധിക്ഷേപിക്കുന്നവര്, വിമർശിക്കുന്നവര്, കുറ്റപ്പെടുത്തുന്നവനെതിരെ ഒന്ന് ശക്തമായി പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്ത്രീലംബടനായി പരിചയപ്പെടുത്തിയ വർഗീയ കോമരങ്ങളെ നിങ്ങൾ പഠിച്ചിട്ടില്ലടോ? റസൂലിനെ 65 വയസ്സായി മരണപ്പെട്ട ഉമ്മുനാ ഖദീജ ബീവി മരിക്കുന്നത് വരെ എന്റെ റസൂൽ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. 2 ഭർത്താക്കന്മാര് കല്യാണം കഴിച്ചിട്ട് അവർ മരിച്ചിട്ട് വൈദഗ്ധ്യം വേറെ കഴിയുന്ന നമ്മുടെ ഉമ്മ ഖദീജ. അപ്പോഴാണ് മുത്തു റസൂലിന്റെ 25ന്റെ നിറവിൽ കല്യാണം കഴിക്കുന്നത്. അന്ന് ഉമ്മയ്ക്ക് 40 വയസ്സാ. പ്രിയപ്പെട്ടവരെ, ആ ഖദീജ ബീവിയോടൊപ്പമുള്ള ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ സന്തോഷത്തിന്റെ പാരമ്പര്യയിൽ നിൽക്കുമ്പോഴല്ലേ ഖദീജ ബീവി ലോകത്തു നിന്ന് വിട പറഞ്ഞത്. ആ വർഷത്തിന്റെ പേര് ചരിത്രകാരന്മാര് പറഞ്ഞത് ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖവർഷം എന്നാണ്. എന്തേ റസൂലുള്ളാഹിന് ദുഃഖം വരാ? സയ്യിദത്തുനാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരമായിട്ട് കൊന്നുകളഞ്ഞപ്പോൾ, ഉഹദിൽ വെച്ച് തല വെട്ടി പിളർന്നപ്പോൾ, മൂക്ക് ചേരിച്ചെടുത്തപ്പോൾ, നാവ് വലിച്ച് പിടിതെടുത്തപ്പോൾ, കണ്ണ് ചൂണ്ടെടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷേ ആ പ്രവാചകന്റെ ആ ഉഹദ് നടന്ന വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന് പറഞ്ഞില്ല. ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രകാരന്മാര് പറഞ്ഞത് തന്റെ പ്രാണപ്രേയസി ഖദീജ ബീവി വഫാത്താകുന്ന സമയത്താ. ആ സമയത്ത് സങ്കടം മാറ്റാൻ അല്ലാഹ് കൊണ്ടുപോയി എങ്ങോട്ടാ? 7 ആകാശങ്ങളും കടന്ന റജബ് മാസത്തിന്റെ 27ന്റെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ മുനാജാത്ത് കൊടുത്തു തിരിച്ചു വരുമ്പോൾ നിസ്കാരം നിർബന്ധമാക്കി തിരിച്ചു വന്ന പ്രിയപ്പെട്ട പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ജന്നത്തുൽ മുഅല്ലയില. എങ്ങനെ നിസ്കരിക്കാനാ? പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് 2 വർഷം വീണ്ടും 3 വർഷം വീണ്ടും മക്കയിൽ കഴിഞ്ഞ നബി അവിടെ നിന്ന് യാത്ര തിരിച്ചു മദീനയില്. അവിടെ ചെന്ന് 2 വർഷം കഴിഞ്ഞു. മുസ്തഫായ നബിക്ക് പ്രായം 55.
ഉമ്മ ഖദീജ ഉണ്ടെങ്കിലോ വയസ്സ് 70. ആ സമയത്തല്ലേ നോമ്പ് നിർബന്ധമായത്. നമ്മുടെ പ്രിയപ്പെട്ട ഖദീജ ബീവി ഒരു റമളാന്റെ നോമ്പ് പിടിച്ചിട്ടില്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അക്കൊല്ലമാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നത്. ഇന്ന് ഖദീജ ബീവിയെ മാറ്റി വെച്ചിട്ട് ലോകത്തൊരു ഇസ്ലാം പൂർണ്ണമാകുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഖദീജ ബീവിയുടെ ഏറ്റവും വലിയ അർപ്പണബോധം ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ, അങ്ങ് ദരിദ്രനായിരുന്നപ്പോൾ ഇസ്ലാമിന് യാതൊരു നിലയിലുള്ള സംഭാവനകൾ തരാൻ ആരുമില്ലാതിരുന്നപ്പോൾ സർവ്വ സ്വത്തുക്കളും അങ്ങക്ക് തന്നത് ഖദീജയല്ലേ നബിയേ. ആ ഒരൊറ്റ പരിഗണനയിലൂടെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിന്റെ നേതാവായത്. അറിയോ, ആയിഷ ബീവി എന്ന പ്രിയപ്പെട്ട ഭാര്യയെ കിട്ടി. നാഴികയ്ക്ക് 40 വട്ടം റസൂലുള്ളാന്റെ കല്യാണത്തെ പറ്റിയിട്ട് വിവരദോഷികൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അല്പമെങ്കിലും മനസാക്ഷിയും ഉളുപ്പും ഉണ്ടെങ്കിൽ വിവരമുള്ള പണ്ഡിതന്മാരെ മുമ്പിൽ വന്ന് കയ്യും കെട്ടിയിരിക്ക്, പറഞ്ഞു തരാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ കൈ, നമ്മളുടെ കൈ പിടിച്ചിട്ട് പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് നമ്മുടെ നായകൻ.